നമസ്കാരം, ഞാൻ സുജാത. കഴിഞ്ഞ വീഡിയോ ടോഡി ബാഗിൻ്റെ ഡിസൈൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോഡി ബാഗ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. ടോഡി ബാഗ് അഥവാ ക്ലോത്ത് ബാഗ് കോളേജ് കുട്ടികൾക്കിടയിൽ, IT പ്രൊഫഷണൽക്കിടയിൽ ഒക്കെ തരംഗമാണ്. പ്രധാന കാരണം അത് ഉപയോഗിക്കാനുള്ള എളുപ്പം, പിന്നെ ഓഫീസ് ഫയല്, ലാപ്പ് ഒക്കെ ഇട്ട് വെക്കാനുള്ള സൗകര്യം, അതാണ് അതിൻ്റെ അട്രാക്ഷൻ. കോളേജ് കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പുസ്തകം ഇടാനും ഉള്ള സൗകര്യം, വില താരതമ്യേന കുറവായിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. ഇനി വീട്ടമ്മമാരുടെ കാര്യത്തിൽ, വീട്ടച്ചന്മാരുടെ കാര്യത്തിൽ മാർക്കറ്റിൽ പോകാൻ ഏറ്റവും സൗകര്യം നമ്മുടെ ക്ലോത്ത് ബാഗാണ്. കാരണം റഫായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടുകയും ചെയ്യാം. പിന്നെ അതിൽ ഏറ്റവും ഗുണം എന്നുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ വിലയാണെങ്കിൽ ഒരു 80 രൂപ മുതൽക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതിൻ്റെ ക്വാളിറ്റി, ഡിസൈൻ, പിന്നെ അതിലെന്തെങ്കിലും എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. 250 രൂപ, 350 രൂപ വരെ ഇതിൽ മാർക്കറ്റിൽ ഈ ടോഡി ബാഗിന് വിലയുണ്ട്. ഇനിയിപ്പോൾ സാധാരണ വെറുതെ ഒരു മാർക്കറ്റിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ, പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് പഴയ തുണി വെട്ടിയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ നൈറ്റിയോ അല്ലെങ്കിൽ വേറെ ചുരിദാർ അതെങ്കിലും ചെറിയ ചെറിയ ഡാമേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വെട്ടിയിട്ട് ബാഗാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അതും എളുപ്പമാണ്. ഇനി ഇതിന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി, സ്റ്റിച്ചിങ്, ഇനി അതിൽ എംബ്രോയ്ഡറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട് വേണം അതിൻ്റെ വില ഈടാക്കാൻ. എംബ്രോയ്ഡറി ഒക്കെ ആണെങ്കിൽ ചെറിയ ചാർജ് ഈടാക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വരണം. അതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടോഡി ബാഗ് തയ്ച്ചെടുക്കാൻ പറ്റും. അളവ് ഏകദേശം വലിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിലേക്കൊക്കെ പോകാനാണെങ്കിൽ കുറച്ചും കൂടെ വീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കണം. ഓഫീസ് ഫയലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു മെഷർമെൻറ്റ്, അത്ര ഒരു ചെറിയൊരു മെഷർമെൻറ്റ് കൂട്ടിയും കുറച്ചും നമുക്ക് അത് തയ്ച്ചെടുക്കാവുന്നതാണ്. തയ്ക്കാൻ മെഷർമെൻറ്റിൽ മാത്രമേ കുറച്ചൊരു സമയം എടുക്കേണ്ടി വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ തയ്ക്കാൻ എല്ലാം 10 മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും. ഇനി എംബ്രോയ്ഡറി ചെയ്യണമെങ്കിൽ കുറച്ചധികം ലേശം കൂടി സമയം എടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഈ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുക. എംബ്രോയ്ഡറി ചെയ്തോളൂ, നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ അൺബോക്സ് ചെയ്യില്ലേ, ആ രൂപത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ നിവർത്തിയിട്ട് നല്ല അയണൊക്കെ ചെയ്ത് ഇസ്തിരിക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഓരോന്നായിട്ട് കാണിക്കുന്നത് പോലെ വീഡിയോ ചെയ്യുക. എന്നിട്ട് അതിൽ കോൺടാക്റ്റ് നമ്പറും വയ്ക്കുക. എന്നിട്ട് അത് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, FB പേജ് വഴിയോ അത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ടത് മാർക്കറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് എവിടുന്നെങ്കിലും ഒരു എൻക്വയറി വരാതിരിക്കില്ല. കാരണം ഞാൻ ഇതിന് മുമ്പേ ചെയ്ത ഒരു വീഡിയോയിൽ കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വില എത്ര വരും, ഇത് എങ്ങനെ ഇത് മാർക്കറ്റ്, ഇത് എവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ ഇത് ചേച്ചി തന്നെയാണോ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഞാനത് വെറുതെ ചെയ്തതായിരുന്നു. ആദ്യം ചെയ്ത വീഡിയോ ഞാൻ ബാഗ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ ചെയ്തത് നമ്മുടെ സെറ്റ് മുണ്ടുണ്ടല്ലോ, ഞങ്ങളവിടെ അതിന് വേസ്റ്റ് മുണ്ടെന്നാണ് പറയുക. സെറ്റ് മുണ്ടിൻ്റെ കര കൊണ്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇത്തിരി പഴയ തുണി കൊണ്ട് വെറുതെ റഫ്യൂസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ. അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അത് വളരെ രസമാണ്. അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു സന്തോഷം, അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 3-4 വീഡിയോ നിങ്ങൾക്ക് ചെയ്തിടേണ്ടി വന്നേക്കാം. എന്നാൽ പോലും എവിടെന്നെങ്കിലും ഒരു എൻക്വയറി വരാതിരിക്കില്ല. കാരണം ഇത് അത്ര ഡിമാൻഡുള്ളൊരു സാധനമാണ്. അമിത വില ഈടാക്കാതിരിക്കുക എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത ബാഗ് അതാട്ടോ. ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറൊരെണ്ണം ഇതിൻ്റെ വള്ളി വന്നിട്ട് മടങ്ങിയിട്ടൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതും ലൈനിങ് വെച്ചിട്ടാണ്. ഇതിൻ്റെ ഉള്ളൊന്നും കാണില്ല, ഉള്ളൊക്കെ അടിച്ചതൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. മടക്കൊക്കെ ഉള്ളിൽ പോയ കാരണം വിടുന്ന പ്രശ്നമില്ല, നല്ല ഉറപ്പിലാണ്. ഇതുണ്ടോ, ഇത് ഉള്ളിലേക്ക് കൊടുത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഇടേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിലേക്ക് കിടക്കാം കേട്ടോ.
മെഷർമെൻറ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒറ്റ മെഷർമെൻറ്റ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതും തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ മതിയല്ലോ കേട്ടോ. ഏത് ബാഗ് വേണമെങ്കിൽ നമുക്ക് പിന്നെ തയ്ക്കാം. അപ്പോൾ ഇതുണ്ടോ, ഇത് നീളത്തിൽ ഇങ്ങനെ ഉണ്ട്. മനസ്സിലായല്ലോ? ഇതിന് ഞാൻ രണ്ടായിട്ട് മടക്കാൻ പോവുകയാണ്. അളവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അല്ലെങ്കിൽ വീഡിയോ വല്ലാത്ത ലെങ്താവില്ലേ. ഇങ്ങനെ മടക്കി വയ്ക്കാം. അപ്പോൾ ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് എത്ര നീളവും വീതി ഉണ്ടെന്ന് നോക്കാം. ഇത് മൊത്തം 14 കാണില്ലേ? മൊത്തം 14. പേപ്പർ വെച്ച് നോക്കാം ആദ്യം. കണ്ടോ, ഒരു പേപ്പറിൻ്റെ വലിപ്പം ഇതാണ്, ഒരു പേപ്പറിൻ്റെ വലിപ്പം. അപ്പോൾ അത് പേപ്പറിൻ്റെ ഈ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബാഗ് തയ്ക്കാൻ, ഫയലൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ നീളം, ഇതിൻ്റെ വീതി വന്നിട്ട് 16.5 ഇഞ്ചാണ്. മനസ്സിലായോ? 16.5 ഇഞ്ച് വീതി. നീളം വന്നിട്ട് 14 ഇഞ്ച് നീളം. മനസ്സിലാവുണ്ടോ? ഇനി ഇതിൽ 1 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പായിട്ടും പോകണം, ഇവിടെ നമുക്ക് തയ്യൽ തുമ്പായിട്ടും പോകാം. നമുക്ക് തയ്യൽ കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ഫയലിന് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെട്ടിയെടുക്കുക. ഒരു നോർമൽ ഫയലിന് ഇത്രയൊക്കെ നീളം ഉണ്ടാവുള്ളൂ. 12 വീതി എന്ന് പറയുന്നത് ഒരു 14-14.4 അടിച്ച് വരുമ്പോഴേക്കും 14 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീതി നീളം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് മടക്കി അടിക്കാനുള്ളത് കണ്ടെത്തണം. ഒരു 2 ഇഞ്ച്. കാരണം നമുക്ക് അതിൻ്റെ വള്ളി നല്ല ബലത്തിൽ വേണം തയ്ക്കാൻ. വെറുതെ തയ്ച്ച് പോയാൽ ചിലപ്പോൾ ക്ലോത്തിൽ നിന്ന് അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചത് കട്ടിയുള്ളത് വേണം. അതുകൊണ്ട് മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് മുകളിൽ കണ്ടെത്തണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ മൊത്തം അതിനാണ് ഈ 16.5 × 2 കേട്ടോ. 16.5 × 2 അത്രയും നമുക്ക് വീതി വേണം. മനസ്സിലായല്ലോ? അപ്പം നമുക്കിത് വെട്ടാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വള്ളി നോക്കണ്ടേ? നമുക്കതിൻ്റെ വള്ളി 4 ഇഞ്ച് വീതിയിലാണ് വള്ളി, 2 വള്ളി കേട്ടോ. 4 ഇഞ്ച് വീതിയിലാണ് വള്ളി എടുത്തിരിക്കുന്നത്. നീളം വന്നിട്ട് മടക്കി വയ്ക്കട്ടെ കേട്ടോ, അപ്പോൾ മനസ്സിലാവും. എത്ര? 14 ഇഞ്ച്. 14 ഇഞ്ചാണ്. 14 × 2 14 × 2 ആണ് 28 ഇഞ്ച് നീളത്തിലാണ്. 25 എത്ര നീളം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തുണിയുടെ ഉള്ളിലേക്ക് മടക്കുണ്ടല്ലോ. തുണി മടക്കുമ്പോൾ ബാഗ് മുകളിൽ മടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വള്ളി കൊടുക്കണം, ഒരു ബലത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അതിനാണ് ഇതിൻ്റെ നീളത്തിൽ കൂട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കും. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ടാണിത് ഈ 2 ഭാഗത്തും സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഇതിന് കട്ടി തോന്നണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പേപ്പർ ക്യാൻവാസോ അങ്ങനെ ഏതെങ്കിലും ക്യാൻവാസ് വെച്ചാൽ ഇപ്പോൾ ഇതിനൊരു ഈ വള്ളിക്ക് കുറച്ച് കനം വരും. ഇതൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. വേണമെങ്കിൽ വള്ളിക്ക് ബലം കൂട്ടാമെന്ന് മാത്രം. ഇങ്ങനെ ഒരു അടി വരും, ഇങ്ങനെ വരും. ഓക്കെ, എന്നിട്ടിത് ഇങ്ങനെ എടുക്കുക. മനസ്സിലായോ? പിന്നെ പേപ്പർ ക്യാൻവാസ് വെക്കാമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ വേറൊരു മോഡൽ നമുക്ക് ഇങ്ങനെയും തയ്ക്കാം. വള്ളി കണ്ടോ, ഇങ്ങനെ തയ്ക്കാം. വള്ളി നല്ല ഭംഗിയല്ലേ? പിന്നെ ഇത് ഞാൻ അടിച്ചിരിക്കുന്നത് ആദ്യം തയ്ച്ച ബാഗാട്ടോ. ഇതിൻ്റെ വള്ളി വന്നിട്ട് 2 സൈഡും, അതായത് ഇപ്പോൾ 2 സൈഡും കൂടി നമ്മളിങ്ങനെ അടിക്കും, നടുവ് കൂടെ അടിച്ചിട്ട് അടിച്ച് മറിക്കുക. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വള്ളിയൊക്കെ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അപ്പോഴും വള്ളിയുടെ ഉണ്ടോ, ഇത് വേണമെങ്കിൽ ഒന്നും കൂടി ഉരുട്ടിയടിക്കാം, കുറച്ചും കൂടി കട്ടി വെച്ചിട്ട് ഉരുട്ടിയടിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ വള്ളിയൊക്കെ നമുക്ക് മാറ്റിയടിക്കാൻ പറ്റും. അതാ നമ്മൾ തയ്ക്കാനുള്ള തുണിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നീല തുണി തന്നെയാണ്, ഞാൻ ബൾക്കായിട്ട് കുറച്ച് മേടിച്ചിട്ട് വില കുറഞ്ഞ് കിട്ടിയപ്പോൾ. അപ്പോൾ ഇതിൻ്റെ
ഇത് മീറ്ററിന് 38 രൂപയുള്ളൂ. അങ്ങനെ കുറച്ച് അധികം മേടിച്ചതാണ്, ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഇവിടെയും ഈ 2 സൈഡിൽ കൂടി അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. ഈ 2 സൈഡിൽ കൂടെ അടിക്കാം. ഇത് നമുക്ക് 2-3 സൈസിൽ അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ തയ്ക്കാനായിട്ട് നമുക്ക് പഠിക്കാം. എന്നിട്ട് പിന്നെ അത് വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ഈ രണ്ട് ഭാഗവും കൂടിയിട്ട് തയ്ക്കാൻ പോവുകയാണ്. ഇവിടെ വിടും കേട്ടോ, ഇവിടെ തയ്ക്കില്ല. ഇവിടെ നമുക്ക് വള്ളി വെക്കാനുള്ള സ്ഥലമല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് അതാ 2 സൈഡും അടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ് അടിച്ചു, ഈ സൈഡും അടിച്ചു. കണ്ടല്ലോ, വള്ളി റെഡിയാക്കി കേട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഈ അടിച്ചത് ഈ 2 സൈഡും നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക കേട്ടോ. 2 സൈഡും ഓപ്പണാണ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ 2 സൈഡല്ലേ അടിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇതിന് മറിച്ചിടാൻ പോവുകയാണേ. ഓക്കെ, മറിച്ചിട്ട് ഇനി ഈ വശത്ത്, അതായത് നമ്മുടെ ലൈനിങ് വെച്ച വശത്ത് ആണ് ഇപ്പം നമ്മൾ വള്ളി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര അടിച്ച് കിട്ടി നോക്കാം. കണ്ടോ, 13 നമ്മൾ എടുത്തിരുന്ന 14 കിട്ടിയത് 13. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാം. 6.5 അല്ലേ, 6.5. ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തിൻ്റെ ഏതൊരു ബാഗിൻ്റെയും. അതായത് ഈ സെൻറ്ററിൽ വള്ളി വയ്ക്കുന്ന ബാഗുകളുടെ മെഷർമെൻറ്റ് ഇങ്ങനെ കണക്കാക്കിയാൽ മതി. സെൻറ്റർ എടുക്കുന്നു, സെൻറ്ററിൽ നിന്ന് ഒരു 2.5 മുതൽ 3 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ വള്ളി വയ്ക്കാൻ പോണത്. ഓക്കെ, ഇവിടെയും. ഇനിയിപ്പോൾ നമ്മൾ ബാഗ് നീളം കൂടിയ ബാഗായാലും നീളം കുറഞ്ഞ ബാഗായാലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീതി കൂടിയ ബാഗായാലും കുറഞ്ഞ ബാഗായാലും, എങ്ങനെയായാലും നമ്മുടെ വള്ളി ഇങ്ങനെയാണ്, ഇത്ര ഗ്യാപ്പിൽ മതി വള്ളി വയ്ക്കുക. അപ്പോൾ ഇതൊരു ബേസിക്കാണ്, മനസ്സിലാവുണ്ടോ? ഇവിടെ വള്ളി വയ്ക്കുക. അപ്പോൾ അതിനൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നത്, വള്ളിയൊക്കെ അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കണ്ടോ, 5 ഇഞ്ച് വ്യത്യാസത്തിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് 5 മുതൽക്ക് 6 വരെ നമുക്ക് ആ ഗ്യാപ്പിൽ വള്ളി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വള്ളി എങ്ങനെ വയ്ക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വള്ളി വയ്ക്കുക. ഈ വലയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ. മനസ്സിലാവുണ്ടോ? ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ മടക്കിയടിക്കുക. മനസ്സിലായോ? ഇങ്ങനെ മടക്കിയടിക്കുക. വീണ്ടും ഒരു മടക്ക് ഇങ്ങനെ മടക്കിയടിക്കുക. അപ്പോൾ ഒരു മടക്ക് വരുന്നു, രണ്ടാമത്തെ മടക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വേണത് മടക്കി അടിക്കാൻ കേട്ടോ. അങ്ങനെ മടക്കി അടിക്കുമ്പോൾ ഈ വള്ളിക്ക് 2 അടി വരും. അപ്പോൾ ഈ വള്ളി പിന്നെ ഇളകി പോരില്ല. ഓക്കെ, വരാം. പിന്നെ അടയാളപ്പെടുത്താൻ എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. രണ്ട് പോർഷനും നമുക്ക് അടയാളപ്പെടുത്തണ്ടേ, അതിലുള്ള എളുപ്പപ്പണി. ഇതിങ്ങോട്ട് വയ്ക്കുക, 2 പോർഷനും ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക, ലൈൻ കൊടുക്കുക.
നമുക്ക് സെൻറ്റർ പോർഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടി അടയാളപ്പെടുത്തുകയാണ്. മനസ്സിലായല്ലോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ മടക്കി അടിച്ചിട്ട് വരെ. ഇതിപ്പോൾ 1 ഇഞ്ച് കേട്ടോ, 1 ഇഞ്ചാണ് ഇതൊക്കെ കേട്ടോ. 1 ഇഞ്ച് വെച്ചിട്ടാണ് അടച്ചിരിക്കുന്നത്. പറയാൻ പറ്റുമോ? ഇങ്ങനെ അടച്ച് കൊണ്ട് നിർത്തുക. എന്നിട്ട് ഇതിനിങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ റെഡി. മെഷീൻ ഇത്തിരി നല്ല കട്ടി വേണം കേട്ടോ. നല്ല കട്ടിയിലാണ് അടിക്കുന്നത്. മെഷീൻ ഒരു പിടുത്തം വരും, അത് സൂക്ഷിക്കണം. അങ്ങനെ നമുക്ക് 2 ഭാഗത്തും വള്ളി വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇനി ഇവിടെയും കൂടി വള്ളി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വള്ളിയൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 2 ഭാഗവും ജസ്റ്റ് ഒന്ന് കൂട്ടണ പണിയും കൂടിയേ ഉള്ളൂ കേട്ടോ, അപ്പുറവും ഇപ്പുറവും. അപ്പോൾ ഇത് ഇങ്ങനൊരു മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ലൈനിങ് തുണി വെക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈനിങ് വെക്കാത്തപ്പോൾ നമ്മൾ മെത്തേഡ് വേറെ ചെയ്യേണ്ടി വരും. അതായത് സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ, അത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് ലൈനിങ് വെക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സൈഡും കൂടി കൂട്ടാൻ പോവുകയാണ്. ഇനി ലൈനിങ് ഇല്ലാതെ പിന്നെ നമുക്ക് പോക്കറ്റൊക്കെ വെച്ചിട്ട് വേറെ രീതിയിൽ നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. ലൈനിങ് ഇല്ലാതെ ഇങ്ങനെയല്ല നമ്മൾ തയ്ക്കുക ശരിക്കും. അതിൻ്റെ മെത്തേഡ് വേറെ തന്നെ കേട്ടോ. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യേ. ഇതാ നമ്മുടെ ബാഗൊക്കെ റെഡിയായി. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഓരോ അടിയും കൂടിയും കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ടല്ലോ. ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറയ്ക്കണ്ട കേട്ടോ. അതിൻ്റെ മൂലയൊക്കെ ഉണ്ടല്ലോ, വെറുതെ ഒരു സൂചി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തോണ്ടി പുറത്തേക്ക് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സിബ് വയ്ക്കണില്ല, പകരം വെൽക്രോ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നീഡിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കടകൾ കിട്ടും. അത് ഇത്ര ഒരു മീറ്ററിന് ഇത്ര 20 രൂപ മാറ്റോട്ടാണത്. അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാഗിൽ 2 ഇഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഇഞ്ച് ഇട്ടിരിക്കണം. ഇനി ഇത് ഒരു 2 പോർഷനാണെന്ന് അറിയാലോ. ഇത് മറ്റതും കൂടി പ്രസ് ചെയ്ത് വെച്ച് നോക്കുക ഒരേപോലെ. എന്നിട്ട് അതിൻ്റെ കൃത്യം അളവ് നോക്കി വെക്കുക. കറക്റ്റ് 2 ഇഞ്ച് കിട്ടി. നമുക്കത് വെട്ടാം കേട്ടോ. വെട്ടട്ടെ. ഇനി നമുക്കിത് ബാഗിൻ്റെ നടുവിൽ വെക്കാം കേട്ടോ. നടുവിൽ സെൻറ്റർ പോർഷൻ കണ്ടെത്തുക. ഏകദേശം നടുവിലായിട്ട് വെക്കുക. 2 ഭാഗത്തും വെക്കുമ്പോൾ ഒരേപോലെ വെക്കണം കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അടയാളപ്പെടുത്തുക, അതേപോലെ തന്നെ അപ്പുറത്തും വയ്ക്കുക. പൊസിഷൻ മാറരുത്.
നമുക്കത് മെഷീനിൽ തന്നെ സാധാരണ മെഷീനിൽ അടിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് അടിച്ച് മാറ്റിയ ഒരു പ്രയാസമില്ല. ജസ്റ്റ് ഒരടി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ബാഗ് റെഡിയായി. അപ്പോൾ ഇങ്ങനത്തെ ബാഗൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. ഇനി നമുക്ക് ലൈനിങ് ഇല്ലാത്ത ബാഗ് വേണമെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്